എക്സിറ്റ് പോളിൽ ഞെട്ടി ആം ആദ്മി പാർട്ടി. 40-ലേറെ സീറ്റുകളിൽ ജയിച്ച് ഡൽഹി BJP പിടിച്ചെടുക്കും. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് നാണം കെട്ട തോൽവി. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് ആം ആദ്മി പാർട്ടി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വിവിധ എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളിൽ ഞെട്ടി ആം ആദ്മി പാർട്ടി. 3ാം തവണയും അധികാരം പിടിക്കാമെന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ആം ആദ്മിക്ക് ഇക്കുറി കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പി-മാർക്ക് എക്സിറ്റ് പോൾ ഫലം. ഇക്കുറി രാജ്യ തലസ്ഥാനം BJP ഭരിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. BJPക്ക് 39 മുതൽ 49 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ആം ആദ്മിക്ക് 21 മുതൽ 31 സീറ്റിൽ ഒതുങ്ങുമെന്നും എക്സിറ്റ് പോൾ ഫലം പറയുന്നു. 10 വർഷമായി ഒരു സീറ്റ് പോലും ലഭിക്കാത്ത കോൺഗ്രസിനെ ഒരു സീറ്റാണ് സർവേ പ്രവചിക്കുന്നത്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJPക്ക് മുൻതൂക്കമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കം പ്രവചിച്ചത് മൈൻഡ് ബ്ലിങ്ക് എക്സിറ്റ് പോൾ മാത്രമാണ്. AAP 44 മുതൽ 49 വരെ സീറ്റുകൾ നേടുമെന്നാണ് മൈൻഡ് ബ്ലിങ്ക് എക്സിറ്റ് പോൾ പ്രവചനം. അതേസമയം മിക്ക എക്സിറ്റ് പോളുകളും 40-ന് മുകളിൽ സീറ്റുകൾ BJPക്ക് പ്രവചിക്കുന്നുണ്ട്. ചിലത് 50 സീറ്റുകൾ തൊടുമെന്നും പ്രവചിക്കുന്നുണ്ട്. ഒരു സർവേ മാത്രമാണ് ആം ആദ്മിക്ക് വിജയം പ്രവചിച്ചത്. ഫലം എന്തെന്നറിയാൻ ഫെബ്രുവരി 8 വരെ കാത്തിരിക്കാം. ആം ആദ്മി നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു BJP പ്രചരണം നയിച്ചത്. 70-അംഗ നിയമസഭയിൽ 35 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് ആവശ്യം. 40 സീറ്റിന് മുകളിൽ BJP സ്വപ്നം കാണുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്ത് ഇക്കുറി ശക്തമായ ത്രികോണ പോരാട്ടമാണെന്ന് പറയുമ്പോഴും BJPയും ആം ആദ്മിയും തമ്മിലാണ് പ്രധാന പോരാട്ടമെന്ന് എക്സിറ്റ് പോളുകൾ സൂചന നൽകുന്നു. കഴിഞ്ഞ 27 വർഷമായി അധികാരത്തിന് പുറത്താണ് BJP. അതേസമയം 2015 മുതൽ ഡൽഹി ആം ആദ്മിയുടെ കീഴിലാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 60-ൽ കൂടുതൽ സീറ്റ് നേടിയാണ് ആം ആദ്മി ഡൽഹി ഭരണത്തിലേറിയത്. ഇക്കുറി 55 സീറ്റുകൾ വരെയാണ് ആം ആദ്മിയുടെ കണക്കുകൂട്ടൽ. സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഉണ്ടായാൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഇക്കുറിയും 60 സീറ്റിലധികം നേടാനാകുമെന്നും ആം ആദ്മി പ്രതീക്ഷ പുലർത്തുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ നാണക്കേടെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുന്നു. പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കോൺഗ്രസിനെ വലിയ തിരിച്ചടിയാണ് പ്രവചിച്ചിരിക്കുന്നത്. 2015-ലും 2020-ലും കോൺഗ്രസിനെ ഒരു സീറ്റിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായിരുന്നില്ല. ഇത്തവണയും അതിന് സമാനമായ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുക എന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം. ശരാശരി കണക്കാക്കുമ്പോൾ 2 സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നേടാനാകില്ല എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം കോൺഗ്രസിന് ഒരു സീറ്റും ലഭിക്കില്ല. പീപ്പിൾസ് ഇൻസൈറ്റ് ഒന്നുകിൽ കോൺഗ്രസ് ഒരു സീറ്റും നേടില്ല, അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. പി-മാർക്കും ഇത് തന്നെയാണ് പ്രവചിച്ചത്. കോൺഗ്രസ് ഒരു സീറ്റ് നേടിയേക്കുമെന്നാണ് മാട്രിക്സ് പ്രവചിച്ചത്. അതേസമയം ചാണക്യ സ്ട്രാറ്റജീസ് കോൺഗ്രസിനെ 2-3 സീറ്റുകൾ പ്രവചിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് ഏതെങ്കിലും എക്സിറ്റ് പോൾ ഏജൻസി നൽകുന്ന ഏറ്റവും ഉയർന്ന പ്രവചനവും ഇതാണ്. ഒരു കാലത്ത് ഡൽഹിയിലെ ഏറ്റവും ശക്തരായിരുന്ന കോൺഗ്രസിന്റെ പതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. 1998 മുതൽ 2013 വരെ ഡൽഹി ഭരിച്ച കോൺഗ്രസിന് 2015-ലും 2020-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും നേടാനായിരുന്നില്ല. തിരിച്ചടി തുടരുമെന്ന സൂചനകൾ കോൺഗ്രസ് ക്യാമ്പിനെ നിരാശയിലാഴ്ത്തുന്നതാണ്. എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളി ആം ആദ്മി പാർട്ടി പ്രതീക്ഷ നിലനിർത്തുന്നു. അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായി 4ാം തവണയും ഡൽഹി മുഖ്യമന്ത്രിയാകുമെന്നും മുൻകാലങ്ങളിലെ എക്സിറ്റ് പോളുകളും പാർട്ടിയുടെ പ്രകടനത്തെ കുറച്ചു കാണിച്ചിരുന്നു എന്നും AAPയുടെ ദേശീയ വക്താവ് റീന ഗുപ്ത പറഞ്ഞു. 2015-ലെയും 2020-ലെയും തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടി തൂത്തുവാരുമെന്ന് അന്നത്തെ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നില്ല. 2013, 2015, 2020 എന്നിങ്ങനെ ഏത് എക്സിറ്റ് പോൾ പരിശോധിച്ചാലും ആം ആദ്മി പാർട്ടിക്ക് സീറ്റുകൾ കുറവാണെന്നാണ് കാണിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഫലങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചുവെന്നും റീന ഗുപ്ത PTIയോട് പ്രതികരിച്ചു.